വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗൾഫ് ഉൾപ്പെടെ പശ്ചിമേഷ്യ വീണ്ടും ആയുധങ്ങൾ കൊണ്ട് നിറയുകയാണ്. സംഘർഷവും അരക്ഷിതാവസ്ഥയും ഏറ്റവും വലിയ ആയുധ കമ്പോളമായി ഗൾഫിനെ മാറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇറാഖും സിറിയയും തുറന്നുവിട്ട സംഘർഷം പുതിയ മേഖലകളിലേക്ക് നീങ്ങുമ്പോൾ ഗൾഫ് മേഖലയുടെ കെട്ടുറപ്പ് തന്നെയാണ് തകർക്കപ്പെടുന്നത്. അമേരിക്കയും റഷ്യയും ഏറ്റവും വലിയ ആയുധ സംഭരണ കേന്ദ്രങ്ങളായി ഗൾഫ് ഉൾപ്പെടെ പശ്ചിമേഷ്യയെ മാറ്റുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. ഗൾഫ് മേഖലയിൽ ആയുധ വിപണി വീണ്ടും ശക്തി സംഭരിക്കുകയാണ്. ഏറ്റുമുട്ടലിൻ്റെയും സംഘർഷത്തിൻ്റെയും വംശീയ കലഹങ്ങളുടെയും ബാക്കിപത്രം എന്നത് ആയുധ വിപണിയായി മാറിയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ. വിപ്ലവാനന്തര ഇറാനെ ഒതുക്കാനായിരുന്നു 70കളിൽ മേഖലയിൽ ആയുധം കൊണ്ട് നിറച്ചത്. അന്ന് സദ്ദാം യാങ്കിക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു, ഒപ്പം മേഖലയിലെ അറബ് രാജ്യങ്ങൾക്കും. 8 കൊല്ലം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധത്തിനു പിന്നിൽ കളിച്ചവർ ആരൊക്കെയെന്ന് അറബ് ജനതയ്ക്ക് ഇന്ന് ബോധ്യമുണ്ട്. 90കളിൽ അതേ സദ്ദാം തിരിഞ്ഞു കൊത്തിയതോടെ എല്ലാവരും മറുപക്ഷത്തായി. അതോടെ അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയിൽ സ്ഥിരം സൈനിക താവളങ്ങൾ വന്നു. ഒരു ഘട്ടത്തിൽ പോലും മേഖലയ്ക്ക് സ്വാസ്ഥ്യമുണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധിയിലാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്. അടുത്തിടെ ആണവ പ്രശ്നത്തിൽ ഇറാനും വൻശക്തി രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെട്ട അനുരഞ്ജനം ഗൾഫ് മേഖലയിൽ ആശ്വാസം വിതച്ചിരുന്നു. അങ്ങനെ ഒരു മൂന്നാം ഗൾഫ് യുദ്ധം വഴിമാറിയതിന്റെ സംതൃപ്തി രൂപപ്പെട്ടതാണ്. എന്നാൽ സിറിയ ഇറാഖ് സംഭവ വികാസങ്ങളും അതേ തുടർന്നുള്ള ബാഹ്യ ഇടപെടലുകളും ചേർന്ന് മേഖലയുടെ കെട്ടുറപ്പിന് വീണ്ടും ഭീഷണിയാവുകയാണ് ഇപ്പോൾ. വൻ ആയുധ ഇടപാടുകൾക്കാണ് ഈ സാഹചര്യം ഗൾഫ് രാഷ്ട്രങ്ങളെയും മറ്റും പ്രേരിപ്പിക്കുക. അമേരിക്ക മുതൽ റഷ്യ വരെ കലങ്ങിയ വെള്ളത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ആയുധ വിപണി പൊലിപ്പിച്ചെടുക്കാനുള്ള മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കെ വിശേഷിച്ചും ആയുധ വ്യാപാരമായിരുന്നു അമേരിക്ക പോലുള്ള, ബ്രിട്ടനെ പോലെയുള്ള, സ്വീഡനെ പോലുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട അവരുടെ വരുമാനം തന്നെ ആയുധ വ്യാപാരമാണ്. ഈ ആയുധ വ്യാപാരത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാഖിലെയും സിറിയയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുകയും തുടങ്ങിക്കഴിഞ്ഞു അവരുടെ ഓരോ വ്യാപാരങ്ങൾ. ഇറാഖിൽ ഖിലാഫത്ത് നടപ്പാക്കിയതായി ISIS വിമത പോരാളികൾ പ്രഖ്യാപിച്ചതോടെ കൂടുതൽ US പടക്കപ്പലുകൾ ഗൾഫ് തീരത്തേക്ക് നീങ്ങുകയാണ്. ബത്താൻ, ഡിസ്ട്രോയേഴ്സ് ആർലെബർഗ്, ട്രക്സ്റ്റൺ ആൻഡ് ഓക്കനെ എന്നീ US യുദ്ധക്കപ്പലുകളാണ് ഗൾഫിലേക്കുള്ള വഴിയിൽ. സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ഉത്കണ്ഠകളിൽ ന്യായമുണ്ട്. രാജ്യത്തെ തകർക്കാനുള്ള നീക്കം കരുതിയിരിക്കണമെന്ന് സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് പോയമാരം നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയം. കുവൈത്തും അതിർത്തിയിൽ സുരക്ഷ അധികരിപ്പിച്ചു കഴിഞ്ഞു. സിറിയൻ ഇറാഖ് സംഘർഷം വഴിമാറി ഗൾഫിലേക്കും വന്നുകൂടായികയില്ലെന്ന തോന്നലിന് കനം വെച്ചിരിക്കുകയാണിപ്പോൾ. ബാഗ്ദാദിന് നേർക്കുള്ള വിമത സൈനിക മുന്നേറ്റത്തിന് തടയിടാൻ എന്നോണം എണ്ണമറ്റ പ്രത്യേക US സൈനിക വിഭാഗം ബാഗ്ദാദിൽ സജ്ജമായി കഴിഞ്ഞു. ഇവരുടെ ഒരു തന്ത്രം, അമേരിക്കൻ തന്ത്രം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് പുതിയ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, കുർദുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാന ഒരു സ്റ്റേറ്റിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ ആ രാജ്യം ആദ്യം അതിൽ ഊന്നൽ നൽകൽ ആ രാജ്യത്തിന് സുരക്ഷയാണ്. അപ്പോൾ ആ സുരക്ഷയ്ക്ക് തന്നെ എന്ത് വേണം? വെപ്പൺ വേണം. ആ വെപ്പൺ ഉണ്ടാകുമ്പോൾ, ആയുധം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും നല്ലൊരു ചാൻസാണ് ഇവർക്കത് വിൽക്കപ്പെടാൻ. ഇതിലൂടെ വ്യത്യസ്ത രാജ്യങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുകയും എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്താൽ പിന്നെ ഇവിടെ നടക്കുന്നത് പരസ്പരമുള്ള കലാപങ്ങളായിരിക്കും, പരസ്പരമുള്ള യുദ്ധങ്ങളായിരിക്കും. അങ്ങനെ ആയുധ കിടമത്സരത്തിനുള്ള വേദിയായി മാറുകയാണ് വീണ്ടും മേഖല. റഷ്യൻ നിർമ്മിത ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാൻ നൂരി അൽ മാലിക് തീരുമാനിച്ച ഉടൻ നവീന ആയുധങ്ങൾ ഇറാഖിന് കൈമാറാൻ അമേരിക്ക രംഗത്ത് വന്നു. 400 ഹെൽഫെയർ മിസൈലുകൾ എത്തിച്ചതും F-16 യുദ്ധവിമാനങ്ങൾ നൽകുന്നതും ന്യായീകരിക്കുകയായിരുന്നു പെന്റഗൺ വക്താവ് കേണൽ സ്റ്റീവ് വാറൻ. ഇതൊന്നും മേഖലയുടെ കെട്ടുറപ്പ് മുന്നിൽ കണ്ടല്ല. യൂറോപ്യൻ വംശജരുടെ ISIS പങ്കാളിത്തം US സുരക്ഷയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്നു എന്ന ഒബാമയുടെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. ആഗോളതലത്തിൽ അൽ-ഖയ്ദ വേട്ടയ്ക്ക് സമാനമായ സാഹചര്യം ഒരുങ്ങുകയാണ് വീണ്ടും. ഗൾഫ് കടലിൽ സൈനികാഭ്യാസ പ്രകടനങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു.
രണ്ട് ഗൾഫ് യുദ്ധങ്ങളുടെ ന്യായാന്യായത എന്തുതന്നെയായാലും US സൈനിക മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാൻ മണ്ണ് പാകപ്പെടുകയായിരുന്നു. വൻകിട ആയുധ നിർമ്മാണ കമ്പനികളുമായി കരാറുകൾ ഒപ്പുവയ്ക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പലതും നിർബന്ധിതമായി. 2010 മാത്രം സൗദിയുമായി $60 ബില്യൺ വ്യാപാരം നടന്നു. 2005 മുതൽ 2009 വരെ 6 ഗൾഫ് രാജ്യങ്ങൾക്കുമായി US മാത്രം നൽകിയത് $40 ബില്യൺ ആയുധങ്ങളാണ്. സെപ്റ്റംബർ 11 ശേഷം ഇസ്രായേലിലെ ഒരു ദിനപത്രത്തിൽ വന്ന ആർട്ടിക്കിൾ സൗദിയെ 3 രാജ്യമാക്കണമെന്നാണ് അതിൽ എഴുതിയിരുന്നത്. ഇതേ തന്ത്രമാണ് ഇപ്പോൾ ഏകദേശം ഇറാഖിലും നടത്താൻ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കുർദുകൾ, മുസൂളിന് നേതൃത്വത്തിലുള്ള സുന്നികൾ, പിന്നെ ഷിയ, അങ്ങനെ ഈ 3 രാജ്യമാകുമ്പോൾ അവിടെ എന്നും കലാപമായിരിക്കും. 80കളിൽ സദാം ഹുസൈന് യാങ്കി നൽകിയ ആയുധങ്ങൾക്ക് കണക്കില്ല. സൈനിക ഹെലികോപ്റ്ററുകളും മിസൈലുകളും ബോംബുകളും മേഖലയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന് US ആവർത്തിക്കുന്നു. ഗൾഫിന് നൽകുന്ന ആയുധങ്ങളുടെ സന്തുലിതത്വം ഉറപ്പാക്കാൻ എന്നോണം ഇസ്രായേലിനെയും ആയുധമണിയിക്കൽ പ്രക്രിയ നിർബാധം തുടരുന്നു. ഇതിനിടയിൽ സമാധാനം മാത്രം അകലുമ്പോൾ ആർത്തു ചിരിക്കുന്നവരിൽ ആയുധ കമ്പനികൾ തന്നെയാണ് മുന്നിൽ.